നമസ്കാരം. സ്വയം ദളിത് ആക്ടിവിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തുന്ന സണ്ണി കവികാട് ശബരിമല അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയും ചേർത്ത് പറഞ്ഞ അസഭ്യം അത് വലിയ വിവാദങ്ങൾ ഉയർത്തുകയാണ്. പല പരാതികളും സണ്ണി കവികാടിനെതിരെ പോലീസിൽ നൽകപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ വിഷയത്തിൽ തത്വമൈ ന്യൂസ് വിശദമായി തന്നെ വിശകലനങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാലും ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന് പറയുന്ന ചിലരുണ്ടല്ലോ, അവരുടെ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തത്വമൈ ന്യൂസ് കാണുന്ന ചിലരുടെ പ്രതികരണങ്ങൾ ഇന്ന് തത്വമൈ ന്യൂസ് ഓരോ വീഡിയോകളായി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിൽ ആദ്യത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, സിനിമാ സംവിധായകനായിട്ടുള്ള, ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള ശ്രീ വിജി തമ്പിയാണ്. മലയാളികളുടെ മനം കവർന്ന നിരവധി ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്ത അദ്ദേഹം ഒരു ചലച്ചിത്ര സംവിധായകൻ എന്നതിനും അപ്പുറം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കേരള സംസ്ഥാന പ്രസിഡൻ്റാണ്. ഒപ്പം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഉപദേശകനും കൂടിയാണ്. അദ്ദേഹം ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയും പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് വാപുര സ്വാമിയുടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളിലും സംവാദങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെക്കുറിച്ച് അഭിപ്രായം പറയുവാൻ അദ്ദേഹത്തെ പോലെ യോഗ്യതയുള്ളവർ കേരളത്തിൽ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ഫോണിൽ ബന്ധപ്പെടാം. അദ്ദേഹത്തിലേക്ക് പോകാം. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ആരെയും എന്തും പറയാം എന്ന് കരുതുന്ന തെറ്റല്ലേ? തീർച്ചയായിട്ടും. ഒരു ഈശ്വരീയ സങ്കല്പം, അതേ ഞാൻ ചോദിട്ടെ, ഹിന്ദുക്കളുടെ ഈശ്വരീയ സങ്കല്പങ്ങളെ മാത്രമല്ലേ ഈ എന്താ പറയാ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഹനിക്കുന്നുള്ളൂ? എന്തുകൊണ്ട് മറ്റ് മതങ്ങളുടെ ഈശ്വരീയ സങ്കല്പങ്ങളെ ഹനിക്കാൻ ഇവർക്ക് ധൈര്യം കിട്ടുന്നില്ല? ഇസ്ലാം മതത്തിനെയോ ക്രിസ്ത്യൻ മതത്തിനെയോ എന്തുകൊണ്ട് അവർ പറയുന്നില്ല? അപ്പൊ ഹിന്ദുക്കൾ അവരുടെ സഹിഷ്ണുതയെ മുതലെടുക്കുകയാണ്. അപ്പൊ മുതലെടുത്തുകൊണ്ട് ആരെയും എന്തും പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ആദ്യമൊന്നും അല്ലല്ലോ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന SFI അയ്യപ്പനെ വളരെ വികൃതമായി ചിത്രീകരിക്കുന്ന ഒരു സംഭവം നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ പണ്ട് സുരാജ് ഇത് സമാനമായ ഒരു അഭിപ്രായമാണ് പണ്ട് സുരാജ് എന്ന് പറഞ്ഞ CPM കാരൻ പറഞ്ഞത്. സമാനമായ അഭിപ്രായമാണ്. അപ്പൊ അതുപോലെയുള്ള പല കാര്യങ്ങളും നടക്കുമ്പോൾ എന്തുകൊണ്ട്, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ഈശ്വരീയ സങ്കല്പത്തെയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തന്നെ കേസെടുത്ത് ഇയാൾ ഇപ്പൊ ജയിലിൽ കിടന്നേനെ. ഒരു കേസ് പോലും എടുക്കാൻ നമ്മുടെ ഇവിടുത്തെ ഭരണകൂടം മടിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റു പലരെയും പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹിന്ദു ദൈവത്തിന്റെ പേരിൽ ഒരാളുടെ അഭിപ്രായം പറഞ്ഞ് അയാളുടെ കേസെടുത്താൽ ഇപ്പൊ തന്നെ അല്ലെങ്കിൽ സംഘപ്പെട്ടമെന്നുള്ള രീതിയിൽ ഒരു പ്രചരണം CPM കാര് ഈ സതീശൻ സർക്കാരിനെതിരെ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഈശ്വരീയ ഒരു കാര്യത്തിന് ഒരാൾ പറയുന്ന കുറ്റത്തിന് കേസെടുത്താൽ ഇനിയും ഇവർ പക്കാ സംഖ്യയായി മാറുമോ എന്നുള്ള ഭയവും ഉണ്ടാവാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ ആർക്കാണ് സ്വാതന്ത്ര്യമില്ലാത്തത്? ഭരണകൂടത്തിനാണ് സ്വാതന്ത്ര്യമില്ലാത്തത്. ഇവിടെ സ്വാതന്ത്ര്യമില്ലാതെ കൈയും കാലും കെട്ടപ്പെട്ട് കിടക്കുന്ന ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. ആ ഭരണകൂടത്തിന് ഒരു തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ ശരിയെന്ന രീതിയിൽ തോന്നുന്ന ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ, ഇത് വളരെ വ്യക്തമല്ലേ? ഇത് വീഡിയോ വന്നതല്ലേ, ആരും പറഞ്ഞതോ ചൊല്ലിയതോ കേട്ടതോ ഒന്നും അല്ലല്ലോ. ഇത് വളരെ വ്യക്തമാണ്. ഇത്രയും ഹിന്ദു സമാജം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നുമുണ്ട്. അപ്പൊ ആ നിലയ്ക്ക് ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേസെടുത്ത് ഇയാളെ ജയിലിലടയ്ക്കണം. ഇത് അതായത് നമ്മുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് പേരിൽ ഒരു ഈശ്വരീയ സങ്കല്പത്തെ മോശമാക്കി കാണിക്കുന്നത്, അത് വളരെ വികൃതമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒരു ഭാരതീയ ഒരു സംസ്കാരത്തിന് ചേരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ഇയാളെ ജയിലിലടയ്ക്കുകയാണ് വേണ്ടത്. അതിനുള്ള ചങ്കൂറ്റം ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ ബഹുമാന്യായ രമേശ് ചെന്നിത്തലയ്ക്കോ ഉണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം അതിനുള്ള ചങ്കൂറ്റം ഇല്ല. ഉണ്ടെങ്കിൽ അവർ ചെയ്തേനെ, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തേനെ. അതിനുള്ള ചങ്കൂറ്റം ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മറ്റു പലരെയും ഭയക്കുന്നു. അപ്പൊ ഇതിനി എന്താ ചെയ്യേണ്ടത്? ഹിന്ദുക്കൾ ഇനി എന്ത് ചെയ്യണം? ആരെന്ത് പറഞ്ഞാലും ഒരു ചെവി കൂടെ കേട്ടും മറു ചെവി കൂടെ കളയാണോ വേണ്ടത്? അത് ആലോചിക്കണം. ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനി പോലീസുകാർ വിചാരിച്ചതൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ മന്ത്രിസഭ വിചാരിച്ചതൊന്നും ചെയ്യില്ല, പിന്നെ ഇവരെ പോലുള്ളവരെ എന്ത് ചെയ്യും? അത് ഹിന്ദുക്കൾ ആലോചിക്കണം. ആലോചിച്ച് തീരുമാനമെടുക്കണം, തീരുമാനമെടുത്ത് നടപ്പാക്കണം. അതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും സാർ, ഇതില് ഈ ഒരു 2 ഭാഗമുണ്ട് ചോദ്യത്തിന്. ആദ്യത്തെ ഭാഗം, ഈ സണ്ണി കവികാടിനെ പോലുള്ളവർ അവരെ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനത്തിന് പ്രേരിപ്പിക്കുന്നത് എന്താണ്? കാരണം ഇതൊരു സംവാദത്തിന്റെ ഉദ്ദേശത്തിലല്ല അവർ ഇത്തരത്തിൽ അഭിപ്രായം. കാരണം നമ്മൾ പലപ്പോഴും പല സംവാദകരെയും കണ്ടിട്ടുണ്ട്, ഒരു അഭിപ്രായം പറയുക. അതിപ്പോൾ നമ്മുടെ പരമേശ്വർജി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ EMS ആണെങ്കിൽ പോലും ഒരു സംവാദം നടക്കാനായിട്ട് ഒരു അഭിപ്രായം
അങ്ങ് എയ്ത് വിടും. അതിന്മേൽ സംവാദങ്ങൾ നടക്കും. പക്ഷെ ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനകളൊന്നും സംവാദത്തെ ഉദ്ദേശിച്ചുള്ളതല്ല. പിന്നെ എന്തായിരിക്കും ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം താങ്കളുടെ ഒരു വീക്ഷണത്തിൽ? ഇത് വെറും ചീപ്പ് പബ്ലിസിറ്റി, തീർച്ചയായിട്ടും. വെറും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഈ പറഞ്ഞ സണ്ണി കബീക്കാട് എന്ന വ്യക്തി ആർക്കറിയാമായിരുന്നു? ആർക്കറിയാമായിരുന്നു? ഇവിടെ ഇന്ന് ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? അതാണ് പറഞ്ഞത്. കാരണം ഈ ഹിന്ദു ദൈവങ്ങളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയും. നമ്മുടെ കുറെ ആൾക്കാര് നമ്മൾ തന്നെ എടുത്ത് അത് ഓരോ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തിട്ട് തെറി പറയും. ഈ തെറി പറയുമ്പോഴും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള എന്താ നെഗറ്റീവ് പബ്ലിസിറ്റിയാണെന്ന്. ഒരു പോസിറ്റീവ് കാര്യം ചെയ്യുന്നതിനേക്കാളും നെഗറ്റീവ് ആയിട്ട് കാര്യം ചെയ്യുമ്പോഴാണ് ആൾക്കാർ പബ്ലിസിറ്റി കിട്ടുന്നത്. അപ്പം വെറും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്താണ് ഈ സണ്ണി കബീക്കാട് എന്ന് പറഞ്ഞാൽ. അയാൾ കബീക്കാട് എന്ന് പറഞ്ഞാൽ അയാൾ മറ്റേ കാട്ടിനകത്ത് ജീവിക്കുന്ന ആളാണോ? കബി എന്റെ അർത്ഥം ഞാൻ പറയുന്നില്ല, പോട്ടെ. അപ്പൊ അയാളെ പോലെ ഒരു വ്യക്തി ഇന്നിപ്പോ ലോകം മുഴുവൻ അറിയപ്പെട്ടില്ലേ? അപ്പൊ അത് മാത്രമാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. ഇത്രയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ ഇതിന് നമ്മൾ പ്രതികരിക്കാൻ പോയി നമ്മളെടുത്ത് അത് ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് പറയുമ്പോഴും അയാൾക്കാണ് പബ്ലിസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നിയമപരമായി നേരിടണം, ഇല്ലെങ്കിൽ മറ്റു രീതിയിൽ നേരിടണം. അതാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. സാർ, ഒരു ഹിന്ദു സമുദായത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറ് തന്നെ ഇപ്പോൾ പറഞ്ഞിരുന്നു, ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിലൂടെ കളയുക എന്നുള്ളത്. ഇനി മറ്റു സമുദായങ്ങളുടെ കാര്യമെടുത്താൽ, ഉദാഹരണത്തിന് മുസ്ലിം സമുദായത്തിന്റെ കാര്യമെടുത്താൽ, നമ്മുടെ മാതൃഭൂമി പോലൊരു പത്രം സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ഒരു കമന്റ് പോസ്റ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ പിറ്റേ ദിവസം തലക്കെട്ടായി മാപ്പ് 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 എന്ന് പ്രസിദ്ധീകരിക്കേണ്ടി വന്നു അവർക്ക്. ഇപ്പോഴും അവർ അതിന്റെ മാപ്പ് പറച്ചിൽ തുടരുകയാണെന്നാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്ന വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു വീക്ഷണമാണ്. ഇത്തരത്തിൽ ഒരു പ്രതികരണം, രണ്ട് സമുദായങ്ങൾക്ക് നേരെ വ്യത്യസ്ത പ്രതികരണങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അക്രമത്തിനോടുള്ള ഭീഷണിയാണോ, അതോ സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്കിനോടുള്ള ആർത്തിയാണോ? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? രണ്ടുമുണ്ട്. സംഘടിതമായ വോട്ട് ബാങ്കിനെ ഭയന്നിട്ടാണ് ഈ സർക്കാരുകളും രാഷ്ട്രീയക്കാരും ഇതിലൊന്നും പ്രതികരിക്കാതിരിക്കുന്നത്. പിന്നെ രണ്ടാമത്, നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിച്ചോളം പണ്ടും ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരട്ടെ നമുക്ക് നോക്കാം എന്നുള്ള അതാണ്. പക്ഷെ മറ്റുള്ള അങ്ങനെയല്ല. ഇപ്പൊ അവര് അപ്പൊ തന്നെ അവർ പ്രതികരിക്കും. പണ്ട് നമുക്കറിയാമല്ലോ, ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കും രാത്രി അർദ്ധരാത്രിയാണ് ഗവർണറുടെ ലോക്ഭവൻ വളഞ്ഞത് കുറെ ആൾക്കാർ. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളിൽ ഒരു പാവപ്പെട്ട മാഷിന്റെ കൈവെട്ടിയ നാടാണിത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അത്തരം ആൾക്കാർക്കെതിരെ പ്രതികരിക്കാൻ ഇവരെപ്പോഴും ആൾക്കാർ ഭയക്കും, അതിന് മുട്ടിടിക്കും. പക്ഷെ ഹിന്ദുക്കൾക്കെതിരെ എന്തുമാവാം എന്നുള്ള അത് മാറണം. അത് മാറ്റാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ തയ്യാറാവണം, ഹിന്ദു സമാജം തയ്യാറാവണം. അല്ലാതെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ മാത്രം വിചാരിച്ചാൽ നടക്കത്തില്ല. അതിന് സമാജം തയ്യാറാവുമ്പോൾ ഇതെല്ലാം മാറും. ആ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനോ കാത്തിരിക്കാം. തീർച്ചയായിട്ടും. സാർ, ഈ സണ്ണി കബീക്കാട്ടിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ആ വ്യക്തിക്ക് ഒരു പ്രചാരണം കൊടുക്കുന്നത് വിടാം. പക്ഷേ ഈ വ്യക്തിയെക്കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇദ്ദേഹത്തിന്റെ പിതാവ് ക്രിസ്ത്യാനിയായി മതപരിവർത്തനം ചെയ്തു, മത്തായി എന്ന പേര് സ്വീകരിച്ചു, സുകുമാരിൽ നിന്ന് മത്തായിയായി. തിരിച്ച് ജോലിക്ക് വേണ്ടി ഇദ്ദേഹം സണ്ണി കബീക്കാട്ടിൽ നിന്ന് അനിൽകുമാറായി ഹിന്ദു മതത്തിലേക്ക് വന്നു. പക്ഷെ ആചാരങ്ങളൊന്നും പാലിക്കുന്നില്ല, വീട്ടിൽ അമ്പലത്തിൽ പോകാറില്ല, ഇദ്ദേഹം പള്ളിയിൽ പോലും പോകാറില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ ഈ ഒരു സാഹചര്യം ഒരു വലിയ സാമൂഹിക പ്രശ്നമല്ലേ? സത്യത്തിൽ നമ്മുടെ SC/ST വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് നിയമം അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ അതിന്റെ ഒരു മോഷണമോ തന്നെയല്ലേ ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ നടക്കുന്നത്? അങ്ങയുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ സുപ്രീം കോടതിയുടെ മുന്നിലുള്ള ഒരു കേസാണിത്. അതെ. വിശ്വ പരിഷത്ത് വർഷങ്ങളായിട്ട് സുപ്രീം കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹിന്ദു മതത്തിൽ മാത്രമേ അവാന്തിക വിഭാഗങ്ങളുള്ളൂ. അതെ. മറ്റു മതങ്ങളില്ല. അതായത് ഹിന്ദു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ജാതിയില്ല. ജാതി സിസ്റ്റം ഹിന്ദു മതത്തിലാണുള്ളത്. ഈ ജാതി സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഈ പറഞ്ഞ പട്ടികജാതി പട്ടികവർഗം എന്നുള്ള രീതിയിൽ അവർക്ക് റിസർവേഷൻ ഉള്ളത്. അപ്പൊ ആ റിസർവേഷൻ അവർക്ക് നഷ്ടപ്പെടുകയാണ് മറ്റൊരു ജാതിയിലേക്ക് മറ്റൊരു മതത്തിലേക്ക് മതം മാറിയാൽ. അപ്പൊ ഇവരെന്താ, ഒരുപാട് പേര് ഇവിടെ കള്ളന്മാരാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാർ ഹിന്ദുക്കൾ തന്നെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയും. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് അവര് പേര് മാറില്ല, അവര് പക്ഷെ അവരുടെ ആചാരം മാറും, വിശ്വാസം മാറും, അത് പുറത്തറിയില്ല. അപ്പൊ അവരെ, അതായത് ഹിന്ദു എന്നുള്ള പേരിൽ അവർക്ക് ലഭിക്കാൻ പറ്റുന്ന എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയത്തിൽ പോലും പല ആൾക്കാരും പല പ്രമുഖ വ്യക്തികൾ പോലും ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ് കേരളത്തിൽ. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു സംഭവം ഇന്ന് വളരെ വിപുലമായ രീതിയിൽ ഉണ്ട്. ഈ സണ്ണി കബീക്കാട് എന്ന വ്യക്തി അയാൾ അനിൽകുമാറായി മാറി. എന്തിനു വേണ്ടി? അയാളുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ഹിന്ദു മതത്തിനുള്ള സ്നേഹമുണ്ടോ ഈശ്വരീയതയോടുള്ള വിശ്വാസം കൊണ്ടോ വന്നല്ലോ. അപ്പൊ ഇതിന് കൃത്യമായി ഒരു നിലപാടെടുക്കാൻ സുപ്രീം കോടതി തയ്യാറായാൽ, ഇപ്പൊ പല ഹൈക്കോടതികളിലും വിധി വന്നിട്ടുണ്ട്. അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും
പല കോടതികളിൽ നിന്ന് ഇത്തരം വിധികൾ വന്നിട്ടുണ്ട്. അപ്പൊ മദ്രാസ് സുപ്രീം ഹൈക്കോടതി കോടതിയുടെ കഴിഞ്ഞ ഭാഗത്തുനിന്ന് വിധി വരികയും അത് നിയമമായി നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് അതെ തടയാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ സാർ ഇതൊരു ഈ ഹിന്ദു മതാചാരങ്ങളെയും നമ്മുടെ ഈശ്വരീയ സങ്കല്പങ്ങളെയും ഇങ്ങനെ അപമാനിക്കുന്നത് ശബരിമല അയ്യപ്പൻ ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്, അവരുടെ ഒരു വലിയ ടാർഗറ്റ് തന്നെയാണ്. അതിനും അപ്പുറത്തേക്ക് ആറ്റുകാൽ പൊങ്കാല വരുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഏത് ഉത്സവങ്ങളും ഈ എന്തിന് ഓണത്തിനെ പോലും പലപ്പോഴും അപഹസിക്കുകയും അത്തരത്തിലൊരു രീതി നാം കണ്ടിട്ടുണ്ട്. ഇത് ഒരു മതത്തിനെ അപഹസിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രീതി പിടിച്ചു പറ്റുവാൻ മാത്രമാണോ, അതോ ആസൂത്രിതമായി തന്നെ നമ്മുടെ സംസ്കാരത്തെ തകർക്കുവാനുള്ള ഒരു നീക്കമാണ്? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി എത്രയോ കാലമായിട്ട്, അത് ഇപ്പോഴല്ല, കാലങ്ങളായി, നൂറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ലോകത്തെ എല്ലാ സംസ്കാരങ്ങളും നശിച്ചിട്ടും ഭാരതീയ സംസ്കാരം ഇന്നും നിലനിൽക്കുന്നത് സനാതനമായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും സനാതന ധർമ്മത്തിൽ അടിസ്ഥാനമാക്കിയാണ് ഭാരതീയ സംസ്കാരം. ഇനി ലോകത്തെ സംസ്കാരം നശിച്ചാലും ഭാരതീയ സംസ്കാരം നശിക്കത്തില്ല. ഇവിടെ കുറെ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചില്ല. പണ്ട് മുഗളന്മാരും ബ്രിട്ടീഷുകാരും മറ്റ് അധിനിവേശ ശക്തികളെല്ലാം ശ്രമിച്ചിട്ടും നശിപ്പിക്കാൻ പറ്റാത്ത ഭാരതീയ സംസ്കാരത്തെ ഒരിക്കലും ഈ പറഞ്ഞ പാർട്ടിക്കാരോ കോൺഗ്രസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റോ ആരും വിചാരിച്ചാൽ നശിപ്പിക്കാൻ പറ്റില്ല. അത് ഒരിക്കലും അത് എന്നും പുതുമയോടെ നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷെ ഇതെല്ലാം ഇവിടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. ഇനി ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് കോഴിക്കോട് ഒരു മുസ്ലിം പള്ളിയിൽ കുറെ പോലീസുകാർ ബൂട്ടിട്ട് കയറി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്ന ലഹളയും കലാപങ്ങളും, എന്തൊക്കെയാണ് ആൾക്കാർ ഓരോ, അതായത് ഒരു ഈശ്വര വിശ്വാസമില്ലാത്ത നാസ്തികരായിട്ടുള്ള 2 CPM-ന്റെ 2 ഉന്നത നേതാക്കൾ അവരെന്തൊക്കെയാണ് പ്രതികരിച്ചത്? ബൂട്ടിട്ട് കയറിയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം ബൂട്ടിട്ട് പോലീസുകാർ ആറ്റുകാൽ ക്ഷേത്രത്തിനകത്ത് കയറി. അത് വീഡിയോ വന്നു, പല ചാനലുകളും കാണിച്ചു. അവർക്കെതിരെ എന്ത് നടപടി എടുത്തു? ബൂട്ടിട്ടുകൊണ്ട് ശബരിമല സന്നിധാനത്തിൽ പോലീസുകാർ നിൽക്കുന്ന വീഡിയോകൾ വന്നു. എന്ത് നടപടി എടുത്തു? അപ്പൊ ഇത് ഞാൻ ഹിന്ദുക്കളുടെ പുറത്ത് എന്ത് വേണമെങ്കിലും ആവാം. ഹിന്ദുക്കളുടെ ഈശ്വര വിശ്വാസങ്ങളെ അവഹേളിക്കാം, ക്ഷേത്രങ്ങളെ അധിക്ഷേപിക്കാം, ഹിന്ദു മതത്തെ തന്നെ ഏത് രീതിയിലും വികലമായി ചിത്രീകരിക്കാം. അതൊക്കെ നമ്മൾ ഇനിയും ഹിന്ദുക്കൾ മനസ്സിലാക്കണം. ഹിന്ദുക്കൾ തന്നെ ഉണർന്ന് അതിനെതിരെ പ്രതികരിക്കണം. അത് എങ്ങനെയായാലും എന്താ പറയാ, അത് സാമധാന ദണ്ഡമെന്നുണ്ടല്ലോ, ആ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ മാറും. തീർച്ചയായിട്ടും. സാർ അതിനോട് ബന്ധപ്പെട്ട 2 ചോദ്യം കൂടി, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഏറെ സമയം താങ്കളുടെ ഞാൻ കളയുന്നില്ല. നമ്മുടെ ഹിന്ദു സമുദായത്തിന്റെ ഇടയിൽ, ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ ഒരു അപകർഷതാബോധം വളർത്തിയിട്ടുണ്ടോ ഒരു കാലങ്ങളായിട്ടുള്ള ഈ ഒരു ഇത്? കാരണം ഹിന്ദുവാണെന്ന് പറയാൻ ഒരു കുറി തൊടുവാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. കണ്ടു കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ പോയോ എന്നുള്ളൊരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് ചുരുങ്ങും. അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താങ്കളുടെ ശ്രദ്ധയിൽ അത്തരത്തിലൊരു അപകർഷതാബോധം പെട്ടിട്ടുണ്ടോ? അത്തരത്തിലൊരു അപകർഷതാബോധം നമ്മുടെ സമൂഹത്തെ പിടികൂടിയിട്ടുണ്ടോ? അല്ല, നമ്മള് മാത്രമാണ് മതേതരന്മാരാവാൻ ശ്രമിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അവിടെയാണ് ഈ കുഴപ്പം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു ബസ് വാങ്ങി, ഒരു ഹിന്ദു ബസ് വാങ്ങി, ബസ് വാങ്ങിയാൽ ബസ്സിന്റെ ഫ്രണ്ടില് ഡ്രൈവറുടെ ബാക്കിലായിട്ട് സ്ഥലമുണ്ട്. അവിടെ ഒരു ഫോട്ടോ വെക്കും. ആ ഫോട്ടോയിൽ ആയിരിക്കും നടുക്കൊരു ഗണപതിയോ ആരെങ്കിലും ഉണ്ടാവും. വലതുവശത്ത് ഒരു ക്രിസ്തു ഉണ്ടാവും, വലതുവശത്ത് ഒരു മറ്റേ മക്ക പള്ളി ഉണ്ടാവും. അതേ ഒരു ക്രിസ്ത്യാനി ഒരു ബസ് വാങ്ങിച്ചാൽ ഇതുണ്ടാവുമോ? ഇല്ല. അവിടെ അവിടെ യേശുവിന്റെ പടം മാത്രം വെക്കും, അല്ലെങ്കിൽ കുരിശ് വെക്കും. ഒരു ഇസ്ലാം വിശ്വാസി ഒരു ബസ് വാങ്ങിയാൽ ഇതുണ്ടാവുമോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല നമ്മൾ? പിന്നെ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ഈയിടയ്ക്ക് നമ്മൾ ഈ മറ്റേ ഓണക്കാലത്ത് മാവേലി എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു ചക്രവർത്തി, അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട്, അദ്ദേഹത്തെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് പല ചാനലുകളും അതുപോലെ പല സ്ഥാപനങ്ങളും പരസ്യം ചെയ്തു. ഇതിനെതിരെ നമ്മളെല്ലാവരും വളരെ ശക്തമായി പ്രതികരിച്ചു. പല ചാനലുകളിലും വിളിച്ചു പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, ഇങ്ങനെ അവഹേളിക്കുന്ന രീതിയിൽ വരുന്ന നമ്മൾ സ്ഥാപനങ്ങൾ ഹിന്ദുക്കൾ ഉപേക്ഷിക്കണം. ചെയ്യുമോ? ഇല്ല. പിന്നെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മുടെ കാര്യം നോക്കാം. ഈ ഒരു ചിന്താഗതി മാറാത്തിടത്തോളം ഹിന്ദുക്കൾ ഇവിടെ മാറില്ല. ഇനി അയ്യപ്പനെയല്ല, ഇനി ആരെയും എന്തും പലരും പറയും. നമ്മൾ ഒരു ചെവി കൂടെ കേൾക്കും, മറ്റൊരു ചെവി കൂടെ കളയും. ഇതാണ് വളരെ ശരിയാണ്. കാരണം ഇതിനു മുൻപ് മഹാബലിയെ അപമാനിക്കുന്നതിന് മുമ്പ് ഉണ്ണിക്കണ്ണനായിരുന്നു വിഷുവിന് കഴിഞ്ഞ മറ്റേ വിഷുവിന് കുഴിമന്തി. അന്ന് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു നബിയെ ചിത്രീകരിച്ചുകൊണ്ട് ഒരാൾ ചെയ്യുന്നത്? അതെ, അതും ഈ ആദ്യം ഈ പരസ്യം പുറത്തു വിട്ടത് ചേർത്തലയിലുള്ള ഒരു മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവിന്റെ മകനാണ്. ഞാൻ പ്രതികരിച്ചിരുന്നു ഒന്ന് തന്നെ. അതെ, തീർച്ചയായിട്ടും സാർ പ്രതികരിച്ചിരുന്നു, അത് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങേ ഓർമ്മിപ്പിച്ചത്. പ്രതികരണം കണ്ടിരുന്നു ഞാൻ. തീർച്ചയായിട്ടും
അത് സാറ് പറഞ്ഞത് വളരെ ഇത് correct ആണ്. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. അതെ, നമ്മൾ തന്നെ മാറാതെ ഇത് മാറില്ല. അതെ, അല്ലാതെ നമ്മള് ശരി ഞാൻ മാറാം, മറ്റെല്ലാവരും മാറട്ടെ എന്നിട്ട് ഞാൻ മാറാം അതെ, എന്ന് കരുതി ഇരുന്നാൽ നമുക്ക് മാറാൻ പറ്റില്ല. അതെ, നമ്മൾ ഓരോരുത്തരും തന്റെ അടുത്തോട് മുന്നോട്ട് വരണം, മുന്നോട്ട് വന്ന് പ്രതികരിക്കണം. അതെ, അത് ഏത് രീതി ഞാൻ അങ്ങനെ സാമധാന ഭേദദണ്ഡം എന്ന് അതെ, പറഞ്ഞത് അതുകൊണ്ടാണ്. അതെ. ആ രീതിയിൽ പ്രതികരിക്കേണ്ടത് തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും സാർ, അവസാനമായിട്ടൊരു ചോദ്യം കൂടി, കാരണം ഈ നമ്മുടെ വിഷയത്തിൽ നിന്നും മാറുന്നു എന്ന് തോന്നരുത്. കാരണം ഈശ്വരീയ സങ്കല്പങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ചില ഈശ്വരീയ സങ്കല്പങ്ങളെ തിരിച്ചു പിടിക്കേണ്ട ഒരു ആവശ്യകതയില്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് വാപുര സ്വാമിയെ കുറിച്ചാണ്. അങ്ങേക്ക് വളരെ മനസ്സിനോട് വളരെ അടുത്തൊരു വിഷയമാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് കൂടിയാണ് അത് ചോദിക്കുന്നത്. കാരണം നമുക്കത് നഷ്ടപ്പെട്ടു പോയ അത്തരം ചില ഈശ്വര സങ്കല്പങ്ങളെ തിരിച്ചു പിടിക്കണ്ടേ? എന്തൊക്കെയാണ് അതിനുള്ള ഒരു സാധ്യത, പ്രതിസന്ധികൾ? ഒന്ന് ചുരുക്കി വിശദീകരിക്കാമോ? അല്ല, വാപുരസ്വാമി എന്ന് പറയുന്നത് നമ്മള് അയ്യപ്പനെ സംബന്ധിച്ചോളം അയ്യപ്പന്റെ ഒരു ഏറ്റവും പുരാതനമായ ഒരു ഇത് മറ്റേ എന്താ പറയാ പുരാണം എന്ന് പറയുന്നത് ശ്രീ ഭൂതനാഥോപാഖ്യാനമാണ്. 300 വർഷം മുമ്പ് എഴുതപ്പെട്ട സംസ്കൃതത്തിലുള്ളതാണ്. അത് എഴുതപ്പെട്ടത് ബ്രഹ്മാണ്ഡ പുരാണം എന്ന് പറയുന്ന പുരാണങ്ങളിൽ നിന്നും കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെടുത്താണ്. അതിലാണ് ഈ ഭൂതനാഥോപാഖ്യാനം ഉണ്ടാകുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വാപുരൻ ആരാണ്, വാപുരസ്വാമി എന്താണ്, ധർമ്മശാസ്താവും വാപുരനുമായിട്ടുള്ള ബന്ധം എന്താണ്. മാത്രമല്ല വാപുരസ്വാമിക്ക് എരുമേലിയിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അവിടെ കൊടിയേറി പൂജ ഉണ്ടായിരുന്നു, കൊടിയേറി ഉത്സവം ഉണ്ടായിരുന്നു. അതെല്ലാം അതിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശബരിമലയിലും വാപുരസ്വാമിക്ക് ക്ഷേത്രമുണ്ടായിരുന്നു, മാളികപ്പുറത്ത്. ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഒരു കാലഘട്ടത്തിൽ മാറിപ്പോയതാണ്. അപ്പൊ അതുപോലെ ഈ വാപുരസ്വാമി പോലെ തന്നെ ഒരുപാട് ഈശ്വരീയ സങ്കല്പങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം സങ്കല്പങ്ങൾ തിരിച്ച് അതെല്ലാം എല്ലാം ഈ ഒരു സമാജമാണ് വിശ്വസിക്കേണ്ടത്. സമാജത്തെ ഇന്ന് ഇപ്പൊ ഞാൻ കേട്ടെ വാവൂർ പള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു നൈനാൻ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് എരുമേലിയുടെ പള്ളി, അവിടെ കയറി അവിടെ പോകുന്ന ആരാ? അവിടെ ഹിന്ദുക്കൾ തന്നെയല്ലേ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് അത് മനസ്സിലാക്കണം? മനസ്സിലാക്കാത്തടത്തോളം കാലം ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കും. സ്വന്തമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതെല്ലാം മാറും. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.